ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയവരാണോ നിങ്ങൾ? ഇനി സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണോ? ഇത് കൂടാതെ ഉറക്കമില്ലാത്ത ഒത്തിരി രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരിക്കും. ഒന്നാമത്തെ കാര്യം ആൻസൈറ്റി, പിന്നെ ഡിപ്രഷൻ, പിന്നെ ഇല്ലാത്ത രോഗങ്ങളില്ല, നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്ന കുറേ BP, ഷുഗർ, അങ്ങനെ കുറേ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, കടമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. പൈസ മേടിച്ചിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ പൈസ കൊണ്ട് നടക്കും. പിന്നെ തിരിച്ചു കൊടുക്കാനുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമ്മൾ പിടിക്കുന്നൊരു വെപ്രാളം ഉണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും വീട് വെക്കുകയോ അങ്ങനെ വസ്തു വാങ്ങിക്കുകയോ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെയുള്ള കടങ്ങൾ കയറി പിന്നെ നമ്മൾ എന്താണ് മുന്നോട്ട്, എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന പ്രതിസന്ധിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ബാങ്ക്, ഫോൺ വിളി, കണ്ടിന്യൂസ് വിളികൾ, പല രീതിയിൽ കോളുകൾ, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ നമ്മളൊരു സർക്കിളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരവസ്ഥ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മുടെ കടബാധ്യതകൾ എങ്ങനെ പരിഹരിച്ച് നമുക്ക് നല്ല ഒരു സ്റ്റേബിൾ, അതായത് ഒരു സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കടബാധ്യതകൾ മാറ്റണം, നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേരുണ്ട് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടബാധ്യത നമുക്ക് എങ്ങനെ മാറ്റാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് അഫോമേഷനാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നമ്മൾ കടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫാക്റ്റാണ്, നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഫാക്റ്റാണ്. നമ്മളിനി എത്ര പോസിറ്റീവ് എനർജി ഉള്ള മനുഷ്യനാണെങ്കിൽ പോലും ഒന്ന് കടമെന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളുക്കാത്തവരോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിക്കാത്തവരായിട്ടുള്ള മനുഷ്യരില്ല. അതായത് നമ്മളിങ്ങനെ കയറി പോകുന്ന ഗ്രാഫിൽ ഒറ്റ രീതിയിൽ താഴ്ത്താൻ പറ്റും. ഇനി എത്ര പണക്കാരാണെങ്കിലും ഒരു കടം മതി അവനെ നേരെ തളർത്തി താഴോട്ട് കൊണ്ടുവരാൻ. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അറിയാം. ഇനി കടം കൊണ്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഫുള്ള് നെഗറ്റീവായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം ഒരാൾ രാവിലെ വിളിക്കുകയാണ്, ചേച്ചി ഇന്ന് തരാനുള്ള പൈസ തരണേ, പാലിൻ്റെ പൈസ തരണേ, പത്രത്തിൻ്റെ പൈസ തരണേ, വിളിക്കുകയാണ്. നമുക്ക് അടയ്ക്കാൻ പൈസ ഇല്ല. മണി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. നമ്മുടെ കയ്യിൽ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ, ആ ഒരു പേപ്പർ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന് വാല്യൂ ആണ്. ആ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ആ ഒരു മണി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഒരു ബിഗ് സീറോ ആണ്. ആ ഒരു സീറോയുടെ സെൻട്രൽ പോയിന്റിൽ നടക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചുറ്റും കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നു, ബാധ്യതകൾ, മക്കളുടെ പഠിത്തം, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചിലവുകൾ, അങ്ങനെ പല രീതിയിലുള്ള ചിലവുകൾ. നമുക്ക് ഒരു ചെറിയ കടം വന്നു കഴിഞ്ഞാൽ പോലും അതിന് ഇരട്ടി ചിലവുകളും വന്നു കയറും. അവിടെയാണ് നമുക്ക് പണത്തിൻ്റെ ഒരു പ്രസക്തി നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം നമുക്ക് എങ്ങനെ, ഈ ഒരു നെഗറ്റീവ്, കടം എന്ന് പറയുന്ന കാര്യം എടുത്തെടുത്ത് പറയുന്നു, അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവിനെ ചിലപ്പോൾ നമുക്ക് ഇല്ലായ്മ കൊണ്ടായിരിക്കാം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത്, അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു, ലോൺ എടുക്കുന്നു, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്നു. പക്ഷേ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോൺ എടുക്കുന്നത്. പക്ഷേ ആ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര നെഗറ്റീവ് സാധനങ്ങൾ നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ ഫുള്ള് നെഗറ്റീവായിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കടം വന്നു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ ഒരാൾക്ക് പണം കൊടുത്തു, അതായത് കടമായിട്ട് കൊടുത്തു, എന്നിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല. ഇതിനൊക്കെയുള്ള ഒരേ ഒരു സൊല്യൂഷനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ. അതായത് മാനിഫെസ്റ്റേഷൻ വർക്കാകാത്ത മനുഷ്യരില്ല. പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാകാത്തവരാരുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കടം മാറണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100% ആയിട്ട് മാറും എന്നുള്ള കാര്യം ഒരു ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് നമുക്ക് ഇതിൽ എങ്ങനെയാണ്, നിങ്ങൾ ചോദിക്കാറുണ്ട്, ഈ കടം, ഈ ഒരു മാനിഫെസ്റ്റേഷൻ വഴി എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്? നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉറപ്പായിട്ടും പറയുകയാണ്, സ്കിപ്പ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മിസ് ഔട്ടായി പോകും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നത് പല രീതികളിലായിട്ടാണ്. ഒന്ന്, അഫോമേഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ അഫോമേഷൻസ് വഴി നമുക്ക് കടം എന്ന് പറയുന്ന നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുപോയി മണി ഫ്ലോ നമ്മളിലേക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ള അഫോമേഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്, അതായത് പണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു എന്ന രീതിയിൽ എഴുതിക്കൊണ്ട് നമ്മുടെ തലച്ചോറിനുള്ളിൽ ആ ഒരു ആശയങ്ങളെ ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടുവന്ന് ഒരു എനർജി ഫ്ലോ കൂട്ടി, അതായത് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കടങ്ങൾ, അല്ല കിട്ടേണ്ട പൈസ, അതായത് കടം, നമുക്ക് വീട്ടിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പണം കിട്ടണം, അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പണം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിനെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കുന്ന രീതി. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത്, നമുക്ക്
നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ കയ്യിൽ കുറേ പണം വരുമോ? അങ്ങനെയല്ല പണം വരുന്നത് പല സോഴ്സിലൂടെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്കിനി പണം വരുന്നത് അത് ഞാൻ പറയാം. പ്രൊമോഷൻസിലൂടെ. ഒന്നെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യുന്നതാണെങ്കിൽ പ്രൊമോഷൻ, ഇപ്പം വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നവർ, അങ്ങനെ നമുക്ക് പണം വരാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ജോലിക്ക് നിൽക്കുകയാണ്, ആ ജോലിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു കയറ്റം കിട്ടത്തില്ലേ, ആ ഒരു കയറ്റം പ്രൊമോഷൻസ് കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇൻകം, നമുക്കിപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന സാലറിയിൽ നിന്നും കുറച്ചും കൂടെ സാലറി നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമുക്ക് ഗിഫ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അതിൽ മെയിൻ കാര്യം, നമുക്ക് പണത്തിനേക്കാളും വാല്യൂ കൂടിയ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഡെപ്റ്റ് ഫ്രീ ആയിട്ട്, നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകളിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ളൊരു മനുഷ്യനായി നമ്മൾ മാറും. അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കുറേ പണം നമ്മുടെ കയ്യിൽ കൊണ്ടുവരണം എന്നില്ല. ഓക്കെ, പണം നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നു, നമ്മളറിയാതെ കുറേ പണം ഇങ്ങനെ അടുക്കി നിരത്തി വെച്ചു എന്നൊന്നും ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ അറിയാതെ പണം ഇങ്ങനെ ഒഴുകി വരുന്നെന്നോ എന്നൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് പണം വരുന്നത്? അതായത് പല സോഴ്സിലൂടെയാണ് നമുക്ക് പണം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമുക്ക് എന്തായാലും പണം കിട്ടിയാൽ പോരെ? അപ്പോൾ ആ പണത്തിൻ്റെ പല സോഴ്സിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തും. അത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനാണ് ഇന്നത്തെ കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കടം തീർക്കാനായിട്ട് പല റിസോഴ്സസിലൂടെ നമുക്ക് കടം തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു സ്റ്റോറി കൂടി പറയാം. അതായത് വളരെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്നിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കടം വന്നിട്ട് വീട്ടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത്, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല, നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല, എനിക്ക് പൈസ അത് തിരിച്ചു കിട്ടുമോ എന്ന് ചിന്തിക്കാത്ത സമയത്ത് പോലും ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000-60,000 രൂപ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കടം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് കരഞ്ഞിട്ട് അത്യാവശ്യമാണ്, ഹോസ്പിറ്റൽ കേസാണ്, ഒന്ന് തരണേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മൾ മനുഷ്യരാണ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് തരുമെന്ന വിചാരത്തിൽ നമ്മൾ കൊടുത്തു. പക്ഷേ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം അറിഞ്ഞില്ല. പുള്ളിക്കാരി എന്നും വിളിക്കുന്ന പുള്ളിക്കാരിയുടെ ഫോൺ കോളുകളില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്, നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയി, ഇനി നമുക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന ചിന്താഗതിയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിലാണ് നമ്മൾ കൊടുത്തത്. പണം എല്ലാവർക്കും ആവശ്യമാണ്, നമുക്കറിയാം. പണത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അടിയും വാക്കുതർക്കവും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പണത്തിൻ്റെ പേരിൽ എത്ര സൗഹൃദങ്ങൾ പോയിട്ടുണ്ടെന്നറിയാമോ? അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇത് എന്തെങ്കിലും തിരിച്ചു കിട്ടും. പക്ഷേ വർഷം 1, 2, 3 അങ്ങനെ 3-4 വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അന്നൊന്നും ഈ ഒരു മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ഷുവർലി ഞാൻ പറയുന്നൊരു കാര്യമാണ്, അന്ന് ഈ മാനിഫെസ്റ്റ് കാര്യം ഇതൊന്നും നമുക്കറിയില്ല. എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ റെഫറൻസ് ചെയ്തത്. അതായത് മാനിഫെസ്റ്റേഷൻ നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും ഒരു 500 രൂപയാണെങ്കിൽ 50 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം നമ്മൾ ഉണ്ടാക്കുന്നവനറിയാം അല്ലേ, പൈസ ഉണ്ടാക്കുന്നതിനറിയാം പൈസ പോകുന്നതിൻ്റെ വിഷമം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കതിൻ്റെ എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കഷ്ടപ്പെട്ട പൈസയാണ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ടെൻഷൻ വരും. അപ്പോൾ ഇതേപോലെ പോയി അതിനുശേഷം നമ്മൾ ഒത്തിരി അന്വേഷിച്ചു, ആ ഒരു പേഴ്സണെ പറ്റി അന്വേഷിച്ചു, പക്ഷേ കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇടയ്ക്ക് കണ്ടിന്യൂസ് കുറേ ബുക്കുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം ഇതാക്കിയത്. അപ്പോൾ ആദ്യമൊന്നും ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 110% ഞാൻ പറയുവാണ്, നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ കൈകളിൽ കുറേ പണം വന്നിട്ടുണ്ട്. ആഗ്രഹിക്കാത്ത സമയത്ത് പോലും നമ്മളിങ്ങനെ ഇപ്പോൾ കിട്ടില്ല എന്ന സിറ്റുവേഷനിൽ പോലും നമ്മളറിയാതെ കുറേ സോഴ്സിലൂടെ നമുക്ക് പണം എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ സോഴ്സിലൂടെ പണം എത്തണമെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വഴി സോഴ്സിലൂടെ എത്തിയിട്ടുണ്ട്, ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തെല്ലാം പണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരി പിന്നെ കണ്ടിട്ടില്ല, കാണാതെ പിന്നെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചു. മാനിഫെസ്റ്റ് ചെയ്തു, കണ്ടിന്യൂസ് മാനിഫെസ്റ്റ് ചെയ്തു. ഒരു 14-15 ദിവസമാണെന്ന് തോന്നുന്നു കണ്ടിന്യൂസ് മാനിഫെസ്റ്റേഷൻ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു ട്രൈ ചെയ്തത്. പിന്നെ അതിനെപ്പറ്റി ഒരു ബിലീവായി. അങ്ങനെ ബിലീവോടെ ചെയ്തു ഒരു 14 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫോണിലൊരു കോൾ വന്നിട്ട് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാ. അപ്പോഴാണ് എന്ത് ചെയ്തത്, പുള്ളിക്കാരി പറഞ്ഞത് കണക്ക്
ഒന്ന് അത്യാവശ്യം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവരെന്താണ് ഈ സിമ്മൊക്കെ കട്ട് ചെയ്ത് റീചാർജ് എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇഷ്യൂ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതായിരുന്നു. ഇപ്പോൾ പൈസ ഇപ്പോൾ ഏകദേശം അവർ ഫ്രീ ആയി. അപ്പോൾ ഇപ്പോൾ തരേണ്ട പൈസ നിങ്ങൾക്ക് തിരിച്ച് തരണമെന്നുണ്ട്. അപ്പോൾ എപ്പോഴാണെന്ന് കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പൈസ അത് കിട്ടി. ഓക്കെ, പൈസ കിട്ടി. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ കൊടുത്ത പൈസ നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, അന്ന് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. അത് വിചാരിക്കാത്ത സമയത്ത് പണം വന്ന് ചേർന്നു. ഇതാണ് മറ്റൊരു ഇതെന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ലോസ് ഫ്രണ്ടൊന്നും അല്ല, എനിക്ക് അറിയാവുന്നൊരു ഫ്രണ്ടാണ്. അപ്പം അവന് ഇതുപോലെ ഒത്തിരി കടബാധ്യത, അതായത് ഒരു വീട് വെക്കണമെന്ന് വലിയ ഒരു ആഗ്രഹമായിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ ചെറിയൊരു വീടായിരുന്നു കണ്ടു വെച്ചിരുന്നത്. പക്ഷേ വീട് പണിഞ്ഞ് നമുക്കറിയാം, ഒരു വീട് കണ്ട് പണിഞ്ഞ് ഒരു വീട് പണി നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇരട്ടി ചെലവ്. നിങ്ങൾക്ക് വീട് പണിയുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചെറുതായിട്ടൊന്ന് വീട് തൊട്ടാൽ മതി, അന്നേരം പണിയാ വീടിന്. അപ്പോൾ വീട് പണിഞ്ഞ് അവസാനം വീടങ്ങ് വലിയ വീടാക്കി, ലോൺ എടുത്തു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. പിന്നെ അവസാനം ലോൺ എടുത്തിട്ട് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനം ഇല്ലാതായി. അതായത് വലിയ വീട് വെച്ച് നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് സമാധാനമില്ലെങ്കിൽ പിന്നെ അതിന് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ സമാധാനം കിട്ടാതായി. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്, പുള്ളിക്കാരൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കുകൾ, പുള്ളിക്കാരൻ ഓൾറെഡി സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിയും എന്ത് ചെയ്തു, ഇതുപോലെ ട്രൈ ചെയ്തു. അപ്പോൾ പുള്ളിയുടെ പല കാര്യങ്ങളിൽ നിന്നാണ് നമ്മളും മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, റെഫറൻസ് ചെയ്യാൻ തുടങ്ങിയത്, ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പുള്ളി ഇത് ചെയ്ത ശേഷം പുള്ളിക്ക് ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ലോണുകളും കാര്യങ്ങളെല്ലാം നീങ്ങി, കടബാധ്യതകൾ നീങ്ങി. ഇപ്പോൾ ആ വീട്ടിൽ പുള്ളിയും മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ വിചാരിച്ച സമയത്ത് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. വിചാരിക്കാതിരിക്കുക, അതിനെപ്പറ്റി ലെറ്റിൻ ഗോ ചെയ്യുക, നമ്മൾ വിട്ടുകളയുക. ആ ഒരു മാറ്ററിനെ പറ്റി വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് കൈകളിലേക്ക് പണം വരുമെന്നാണ് പറയുന്നത്. അതൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് തന്നെയാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിന് ഭയങ്കര എഫക്റ്റ് കൂടിയതാണ്, ഭയങ്കര എനർജിയാണ് ആ ഒരു കാര്യത്തിന്. കാരണം നമുക്ക് ഉള്ളിൽ നിന്നൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടം തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ഞാനൊരു താൽക്കാലിക സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, താൽക്കാലികമാണ്, എനിക്ക് കടബാധ്യതയല്ല ഉള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വിചാരിക്കുക, എനിക്ക് കടബാധ്യതയല്ല ഉള്ളത്, എനിക്ക് ഒരു താൽക്കാലിക സാമ്പത്തിക ഉത്തരവാദിത്വം മാത്രമാണ്, ഒരു ടെമ്പററി മാത്രമാണ് എൻ്റെ ഈ ഒരു കടബാധ്യത എന്നത്. അത് നിങ്ങൾ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, മനസ്സിൽ കണ്ടിന്യൂസ് നിങ്ങളിത് പറയാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു കടം തീർക്കുന്നതിന് വേണ്ടി ഒരു റിസോഴ്സ് അല്ല, ഒന്നിലധികം റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഒരു സോഴ്സ് മാത്രമല്ല, ഒന്നിലധികം സോഴ്സുകളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പണം എങ്ങനെ വരുന്നു, അതായത് എനിക്ക് കടം മാറ്റാനുള്ള പണം എൻ്റെ കയ്യിൽ എങ്ങനെ വരുന്നു എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ ഉറപ്പായും ബിലീവ് ചെയ്യുന്നു, യൂണിവേഴ്സിലേക്ക് ബിലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളിലൊരു കടം മാറും, എനിക്ക് ഉറപ്പായിട്ട് മാറും, എനിക്ക് റിസോഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഒത്തിരി, നമുക്ക് ഒരു റിസോഴ്സും ഇല്ല, നമ്മുടെ മുന്നിൽ പണം ഒന്നുമില്ല, കടം മൊത്തത്തിലൊരു കടത്തിൻ്റെ മേലിൽ നമ്മൾ നിൽക്കുവാണ്. പക്ഷേ എങ്കിലും നമ്മളിലുള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം വഴി നമുക്ക് എല്ലാ കടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം വേണ്ടത്, നമ്മളൊരു താൽക്കാലിക സാമ്പത്തിക ഉത്തരവാദിത്തമാണെന്ന് മനസ്സിൽ വിചാരിക്കുക. താൽക്കാലികം, ടെമ്പററി ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണെന്ന്, ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്ന് നിങ്ങൾ വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കടം തീർക്കുന്നതിന് ഒത്തിരി റിസോഴ്സ് ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക. മൂന്നാമത്തേന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും എങ്ങനെ തീർക്കും എന്നതിലുപരി ഞാൻ ബിലീവ് ചെയ്യുകയാണ്, യൂണിവേഴ്സിനെ ബിലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് വരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണടച്ചിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, അതുപോലെ നിങ്ങൾ 5 പ്രാവശ്യം നിങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ബുക്ക് ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ബുക്കിലേക്ക് എഴുതാം. ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടി ബുക്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പുതിയ ബുക്ക് എടുക്കുക. പുതിയ ബുക്കും ഇല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പർ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് റിവീൽ ചെയ്ത് വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു. ഇതാണ് നമ്മൾ അഫർമേഷനിൽ പറയുന്നത്. ഓക്കെ, എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു. എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു. കണ്ണടച്ചിട്ട് ആദ്യം ഇത് പറയുക. എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു. എനിക്ക് സമ്പത്തിലും സമൃദ്ധിയും, എനിക്ക്
സമ്പത്തും സമൃദ്ധിയും ലഭിക്കുന്നു. എനിക്ക് സമ്പത്തും സമൃദ്ധിയും ലഭിക്കുന്നു. അപ്പോൾ ഇത് വെറും 3 സെൻറ്റൻസ് ആണ്. ഈ 3 സെൻറ്റൻസിന് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് കൂടിയാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നില്ല, അഫർമേഷൻസ് വർക്കാകുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡുകൾ വർക്കാകുന്നില്ല, നിങ്ങൾ ഈ 3 വർക്കാവുന്നില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ മൈൻഡിൻ്റെ ടെക്നിക്കിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സ് ആദ്യം നല്ല രീതിയിൽ മാറ്റാൻ എന്ന് ശ്രമിക്കുന്നു, അന്ന് തൊട്ട് മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വർക്കാകും. കിട്ടും എന്ന ചിന്തയിൽ നിന്നും എനിക്ക് കിട്ടുമെന്ന ചിന്തയിൽ നിന്ന് കിട്ടി എന്ന ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു എനർജി ഫ്ലോ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്. കിട്ടുമോ ഇല്ലയോ, അവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആകി പോകും. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ പറഞ്ഞ അഫർമേഷൻ എന്ന് പറയുന്നത് 5 തവണ, ഓക്കെ, 5 തവണ എന്ന് പറയുന്നത് 5 തവണയാണ്. 5 തവണയിൽ കുറയാൻ പാടില്ല. 5 ടൈംസ് നിങ്ങൾ മനസ്സിൽ പറയുക. മനസ്സിൽ പറഞ്ഞ ശേഷം 5 തവണ എഗെയിൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബുക്കുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ ബുക്ക് ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ, വൃത്തിയുള്ള പേപ്പറിൽ വളരെ വൃത്തിയായി തന്നെ എഴുതുക. ഇനി ഉപയോഗിക്കേണ്ട പേനയെന്ന് പറയുന്നത് പച്ച പേന ആയിരിക്കണം. ഒരിക്കലും കറുത്ത പേന വെച്ച് എഴുതാൻ പാടില്ല. ഓക്കെ, നമുക്ക് നെഗറ്റീവ് കൊടുക്കാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി എന്താണ് പച്ച പേന കൊണ്ടുള്ള ഉദ്ദേശം? ചിലർ ചോദിക്കുന്നുണ്ട് പച്ച പേന എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഗ്രീൻ പെന്നിന് വളരെ വലിയൊരു എഫക്റ്റ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ ആയിട്ടുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട്. ബുക്കിൽ ഹൈലൈറ്റർ, ഗ്രീൻ ഹൈലൈറ്റർ വെച്ച് വരയ്ക്കാറുണ്ട്. റിഫ്ലക്റ്റ് കളേഴ്സ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മൾ റെഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ യൂസ് ചെയ്യും. ഈ ഗ്രീൻ എന്ന് പറയുന്നത് ബ്രെയിന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കളർ വെച്ച് എഴുതുമ്പോൾ പെട്ടെന്ന് അത് ബ്രെയിനിലേക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഗ്രീൻ വെച്ച് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ ബ്ലാക്ക് എന്ന് പറയുന്നത് അത്രത്തോളം പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു ബ്രെയിനിലേക്ക് പെട്ടെന്ന് പിടിക്കില്ല. പക്ഷേ ആ ഒരു ഗ്രീൻ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ കണ്ണിന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു കളേഴ്സാണ്. നമുക്കറിയാം, ഫ്ലൂറസെൻ്റ് ഗ്രീൻ കളേഴ്സൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ണ് തന്നെ ഒരുമാതിരി അങ്ങ് പോവും. അപ്പോൾ അതേപോലെ പെട്ടെന്ന് കണ്ണിന് ഒരു ഇത് വരുന്നൊരു കളർ കൂടിയാണ് നമ്മൾ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ വെച്ച് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നതും നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യം മനസ്സിലിരിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഗ്രീൻ പെൻ വെച്ച് ഞാൻ ഈ പറഞ്ഞ അഫർമേഷൻസ് എന്തായാലും 5 തവണ എഴുതുക. അത് ഞാൻ എഗെയിൻ ഒന്നും കൂടെ പറയുകയാണ്. ഓക്കെ, എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു, ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു, എനിക്ക് സമൃദ്ധിയും സമ്പത്തും ലഭിക്കുന്നു. ഇതാണ് നിങ്ങളുടെ അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഫർമേഷൻ മറക്കാതെ നിങ്ങൾ എഴുതുക. ഇത് കണ്ണടച്ചിട്ട് നിങ്ങൾ 5 പ്രാവശ്യം പറയുന്നു. 5 പ്രാവശ്യം പറയുമ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അതിനുശേഷം 5 തവണ പറഞ്ഞ ശേഷം നിങ്ങൾ നേരെ ബുക്ക് എടുക്കുന്നു. ബുക്ക് എടുത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ബഹളമോ വേറെ ശബ്ദമോ ഒന്നും ഉണ്ടാവാതിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇരിക്കേണ്ടത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് സ്യൂട്ടബിൾ ആണ്, ഏറ്റവും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത എന്ന് പറയുന്നത് നമ്മൾ അഫർമേഷൻസ് കഴിഞ്ഞു. അഫർമേഷൻസ് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ സ്ലോയിൽ പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ സ്ലോയിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സ്ലോയിൽ പറയേണ്ട കാര്യം ഇതാണ്. 1, എൻ്റെ കടങ്ങൾ തീർന്നു. എൻ്റെ കടങ്ങൾ തീർന്നു. നിങ്ങൾ പുറത്ത് പറയുന്ന രീതിയിലല്ല, കുറച്ച് കുറച്ച് ഉള്ളിൽ തട്ടി നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ഉള്ളിൽ തട്ടിയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം എൻ്റെ കടങ്ങൾ തീർന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കടങ്ങൾ തീർന്നു. 2 എന്ന് പറയുന്നത് സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു. 2 സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു. അപ്പോൾ എൻ്റെ കടങ്ങൾ തീർന്നു, സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു. 3 എന്ന് പറയുന്നത് സാമ്പത്തിക സഹായം ലഭിക്കുന്നു. 3 സാമ്പത്തിക സഹായം ലഭിക്കുന്നു. 1 എൻ്റെ കടങ്ങൾ തീർന്നു, 2 സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു, 3 സാമ്പത്തിക സഹായം ലഭിക്കുന്നു. ഇനി 4 വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, വളരെ എനർജറ്റിക്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷനാണ് ഈ 4ാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്. കടത്തിൽ നിന്നും സ്വതന്ത്രനാകാനാണ് ഞാൻ നിൽക്കുന്നത്. കടത്തിൽ നിന്നും സ്വതന്ത്രനാകാനാണ് ഞാൻ നിൽക്കുന്നത്. വളരെ പവർഫുള്ളാണ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എൻ്റെ കടങ്ങൾ തീർന്നു, എനിക്ക് കഴിഞ്ഞ കാര്യമാണ്. അതായത് തീർന്നു കാണത്തില്ല, പക്ഷെ നിങ്ങൾ തീർന്നു എന്നെഴുതി. എൻ്റെ സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു, സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നു, സാമ്പത്തിക സഹായം ലഭിക്കുന്നു.
കടത്തിൽ നിന്നും സ്വതന്ത്രനാകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് അത് ചെയ്യാനാണ് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു 4ാമത്തെ അഫർമേഷൻ ഞാനവിടെ യൂസ് ചെയ്യുന്നത്. കടത്തിൽ നിന്നും സ്വതന്ത്രനാകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കടത്തിൽ നിന്നും സ്വതന്ത്രനാകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവിടെ ചെറിയൊരു നെഗറ്റീവ് കൊടുത്തിട്ട് ചെറിയൊരു നെഗറ്റീവ് പറഞ്ഞ ശേഷം ഞാനൊരു പോസിറ്റീവിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ എൻ്റെ ബാലൻസ് ഉയരുന്നു. അതായത് എനിക്ക് നിലവിലുള്ള ബാലൻസ്, ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബാലൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അക്കൗണ്ടിൽ 0 അല്ലെങ്കിൽ 100 രൂപ, ചിലപ്പോൾ 500 രൂപ ആയിരിക്കാം. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എഴുതേണ്ടതെന്ന് പറയുന്നതും എൻ്റെ ബാലൻസ് ഉയരുന്നു. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, 5 കാര്യം വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ പറയുക. വളരെ സ്ലോ ആയിട്ട് പറഞ്ഞ ശേഷം ഈ 5 കാര്യങ്ങൾ സ്ലോ ആയിട്ട് തന്നെ എഴുതുക. ഇനി നിങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ എഴുതുമ്പോൾ ഇതിങ്ങനെ പേന നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ച്, അതായത് ഇപ്പുറത്തെ ഒരു പേജിലേക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് പതിയില്ലേ, അതായത് നമ്മൾ എഴുതുന്ന കാര്യം നമ്മൾ കുറച്ചും കൂടെ ടൈറ്റ് ചെയ്ത് ബോൾഡ് ചെയ്ത് എഴുതുക. ബോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് ഈ ഒരു പാടുണ്ടല്ലോ, അതായത് എഴുതുന്ന പാട് വരുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഇത് പതിയുന്നു എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് നമ്മൾ അറിയിക്കുകയാണ് നമ്മളുടെ ഉള്ളിലേക്ക്, ഈ ഒരു ആശയം ഇത്രയും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്താണ് പൂർണ്ണമായിട്ടും എത്തിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ്. അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും നമുക്കറിയാം, ഒരു പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അത് ചുരുട്ടി വെച്ച് എടുത്തു കളഞ്ഞിട്ട് വീണ്ടും ആ പേപ്പർ നിവർത്തി വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിൽ ചെറിയ ചെറിയ ചുളിവുകളുണ്ടായിരിക്കും. ആ ചുളിവുകൾ ഒരിക്കലും നമുക്ക് എത്ര തേച്ച് കഴിഞ്ഞാലും അതിന് ചെറിയൊരു ചുളിവിൻ്റെ പാടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ കട്ടിക്ക് എഴുതുമ്പോൾ ആ ഒരു അടയാളം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ നമുക്ക് ആ ഒരു എനർജി, പോസിറ്റീവ് ഹാപ്പി ഹോർമോൺസിൻ്റെ അവിടെ ഒരു പ്രൊഡക്ഷൻ വരുന്നതിനും നമുക്ക് തലച്ചോറിനുള്ളിൽ നല്ല രീതിയിലൊരു പോസിറ്റീവ് എനർജിയുടെ ഫ്ലോ കൊണ്ടുവരുന്നതിനുമാണ് ഇത് ചെയ്യുന്നത്. ഇത് 5 അഫർമേഷൻ സ്ലോയിൽ ആദ്യം പറയുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ലോ ആയിട്ട് എഴുതാവുന്നതാണ്. സ്ലോ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് ഭയങ്കര ബോൾഡാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. പെൻ യൂസ് ചെയ്യേണ്ട പെന്നെന്ന് പറയുന്നത് ഗ്രീൻ പെന്നാണ്. മറ്റൊരു പെന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സ്ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ ആദ്യത്തെ കാര്യം നമ്മൾ കണ്ണടച്ചാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ണടച്ച് ചെയ്യേണ്ടതില്ല. ഇത് കണ്ണ് തുറന്നിട്ട് തന്നെയാണ് നമ്മൾ സ്ലോയിൽ പറയുന്നത്. കാരണം ഇത്രയും അഫർമേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പതിയെ പതിയെ നോക്കി പറഞ്ഞാലും മതിയാവും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇടവേളകളിൽ നിങ്ങളിങ്ങനെ ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണുമല്ലോ, മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അതായത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്യൂക്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കേൾക്കാം. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവും. ചിലർ പറയുന്നുണ്ട് വലിച്ചു നീട്ടി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയേണ്ട കാര്യങ്ങൾ വലിച്ചു നീട്ടി തന്നെ പറയണം. പെട്ടെന്ന് പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത്. ഒത്തിരി പേർക്ക് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഒത്തിരി പൈസ കിട്ടുന്നുണ്ടോ, ഒത്തിരി ഇതാക്കുന്നുണ്ടോ. അതിൽ ഇത്രയും ലെങ്തിൽ ഇരുന്നിട്ട് നമ്മൾ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെപ്പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബാധ്യത എന്താണെന്ന്, അതാണ് നിങ്ങൾ തീർക്കാനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ലെറ്റിൻ ഗോ മെത്തേഡാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്യുക. ആ ഒരു ലെറ്റിൻ ഗോ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകളയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ കടബാധ്യതകളും മറ്റെല്ലാം ഞാൻ പ്രപഞ്ചത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ കടബാധ്യതകളും മറ്റെല്ലാം ഞാൻ ഇനി പ്രപഞ്ചത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നു. പറഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്ലോലി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ എവിടെയാണോ ഇരുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു. പുറത്ത് നമ്മൾ നല്ല നേച്ചർ കാര്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. പുറത്തോട്ട് ഇറങ്ങുന്നു, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എഗെയിൻ എടുക്കുന്നു. എഗെയിൻ ഒന്ന് എടുത്തിട്ട് ഫ്രഷ് എയർ നിങ്ങളെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആക്കിയിട്ട് നിങ്ങൾ നേരെ ചെന്ന് നിങ്ങൾ എന്താണോ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ജോലി ആ ജോലിയിലെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇത് പറഞ്ഞ ശേഷം അത് ഏകദേശം എത്ര ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 14 ദിവസം വരെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 21 ദിവസം പ്രോപ്പറായിട്ട് ഫോക്കസ് ഇല്ലാത്തവർക്ക് 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു ഫോക്കസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്, വിചാരിക്കാത്ത സമയത്ത് എൻ്റെ മുന്നത്തുള്ള വീഡിയോസും അതിന് മുന്നേ ഉള്ള വീഡിയോസിലും കുറേ പേര് അവർ തന്നെ പ്രതീക്ഷിക്കാതെ 5000 രൂപ കിട്ടി, 50,000 രൂപ കിട്ടി, ഇതാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച പണം കിട്ടി എന്നൊക്കെ
പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മളൊന്നും ഇട്ടില്ല, വേറെ പല ആൾക്കാരുമാണ് അതിനകത്ത് വന്ന് കമൻറ്റ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യം, അതായത് ബിലീവോടെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യവും നിങ്ങളുടെ കയ്യിൽ വരും. ഇപ്പോൾ ബിലീവ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ നിന്ന് പോകുന്നത് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബിലീവ് ആൻഡ് റിസീവ് എന്ന ഈ 2 വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യം. ബിലീവ് ആൻഡ് റിസീവ്. നീ ബിലീവ് എന്ന് ചെയ്യുന്നു, അപ്പോൾ തന്നെ പ്രപഞ്ചം നിനക്ക് എത്തിക്കേണ്ട കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ജനറലായിട്ട് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതായത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റായി ഒന്നും പറയുന്നില്ല, കണ്ടിന്യൂസ് സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ അടുത്ത പറയുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു, ഞാൻ മാനിഫെസ്റ്റേഷൻ 21 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പറയുകയാണ്, നിങ്ങളിൽ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നിങ്ങൾ ആരൊക്കെയുണ്ട് നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നവർ? നിങ്ങൾക്ക് ആരെങ്കിലും നെഗറ്റീവ് എനർജി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടെന്നേ ഞാൻ പറയൂ. കാരണം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി കാണും. ഒരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഒരു മനുഷ്യൻ്റെ എടുക്കുകയാണെങ്കിൽ അവനൊരു പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് എനർജിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എനർജി മാത്രമാണോ ഉള്ളത്? അല്ല, നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? അത് മാറ്റി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയെ നമ്മൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതിന് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സക്സസ് ആകുന്നില്ലെങ്കിൽ 21 ദിവസം ഞാൻ പറഞ്ഞു, ഈ 21 ദിവസം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലെ കടബാധ്യതകൾ പതിയെ മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി, ചിലപ്പോൾ നിങ്ങൾ കടബാധ്യത മാറാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ജോബ് വരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ വെറുതെ പണം നമ്മുടെ കയ്യിൽ കൊണ്ടുവരത്തില്ല. ചിലപ്പോൾ ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ സാലറി കുറച്ചും കൂടെ കൂടുതൽ വരാം, ചിലപ്പോൾ പ്രൊമോഷൻസ് കിട്ടാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഗിഫ്റ്റായിട്ട് വരാം, ചിലപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അറിഞ്ഞ ഒരു ബന്ധു തന്നെ പണം തന്ന് സഹായിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പണം വരും, അത് ഉറപ്പാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ മണി ബ്ലോക്ക് ഉണ്ട്. ഈ മണി എനർജി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഒരു വീട്ടിൽ കുറേ പണം കൊണ്ടുവന്ന് അയാൾക്ക് നല്ല രീതി വരുമാനമുള്ള ഒരാളാണ്. ഇപ്പോൾ 30,000 രൂപ ഏൺ ചെയ്യുന്ന, ഒരു മാസം 30,000 രൂപ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം 30,000 രൂപ ഏൺ ചെയ്യുന്ന വ്യക്തിയും 3,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയും നല്ല രീതിയിൽ ജീവിക്കും. കാരണം ജീവിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ? പണം പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ 3,000 ആണെങ്കിലും 30,000 രൂപയാണെങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് സേവിങ്സ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ചിലർ ചോദിക്കും 3,000 രൂപയ്ക്ക് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ആ 3,000 ആണെങ്കിൽ 3,000 മതി, നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആവശ്യമുള്ള ചിലവിനുള്ള കാര്യങ്ങളെടുത്ത് ബാക്കി നമുക്ക് സേവിങ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എത്ര പൈസ കിട്ടി എന്നതിലല്ല, എത്രത്തോളം ചിലവാകുന്നു. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സാലറി കിട്ടി ഒരു 5 ദിവസത്തിനുള്ളിൽ അത് പല രീതികളിൽ പാഴ്ചെലവ് വരുന്നു, ചിലവാകുന്നു, ഹോസ്പിറ്റൽ കേസ് പല രീതികളിൽ കൈകളിൽ നിന്ന് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എനർജി ബ്ലോക്ക് ഉണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള എനർജി ബ്ലോക്ക് അല്ല, നെഗറ്റീവ് എനർജി ബ്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം സാലറി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അന്നത്തെ ദിവസം ഫുള്ള് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയാണ്, വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, സമാധാനക്കുറവ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി. ആദ്യം ഒരു ഹാപ്പിനെസ് തോന്നി, ആ ഹാപ്പിനെസ്സിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടെന്നാണ് അർത്ഥം. കാരണം പോസിറ്റീവ് എനർജി 1%, നെഗറ്റീവ് എനർജി 90% അവിടെ ഉണ്ടാകും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി, അതായത് മണി ബ്ലോക്കിനെ നമുക്ക് എങ്ങനെയാണ് മണി ബ്ലോക്ക് മാറ്റി മണി ഫ്ലോയിലേക്ക് നമുക്ക് കടത്തുന്നത്? അതിന് എനർജി പ്രോപ്പറായിട്ടൊരു ഫ്ലോയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഇതിനു വേണ്ടി സാധാരണയായി നമ്മൾ 21 ദിവസം ഈ ഒരു ഹാക്ക് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്ന മറ്റൊരു ട്രിക്ക് ഉണ്ട്. മറ്റ് ട്രിക്കുകളിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് കൂടിയാണ്, നമ്മൾ റൂമിൽ വെക്കാവുന്ന ഒരു ട്രിക്കാണ്. അതായത് സീ സോൾട്ട് വാട്ടർ എന്ന് പറയും. നമ്മൾ കടൽ വെള്ളം ഇല്ലേ,
നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ എല്ലാവരും ഇതായിട്ട് പറയുന്നില്ല, സ്പിരിച്വലി അല്ലാതെയും പറയുവാണ്, നമ്മൾ സയൻറ്റിഫിക്കലിയും പറയുകയാണ്. ഉപ്പുവെള്ളത്തിന് അറിയാം വളരെ രീതിയിൽ നെഗറ്റീവ് എനർജി കളയാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ സോൾട്ട് വാട്ടർ, നമ്മൾ കടൽ വെള്ളം എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം, ഇപ്പം ബലിതർപ്പണം പല രീതിയിലും കടലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശുദ്ധിയാക്കുമ്പോൾ അതിന് വളരെ വലിയ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. അത്രത്തോളം പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവിനെ കളയാൻ സഹായിക്കുന്നതും കടൽ വെള്ളത്തിൽ ഇതുണ്ട്, അതായത് ഉപ്പുണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ കടൽ വെള്ളം നമുക്കൊരു ചെറിയൊരു ജാർ എടുക്കുക. ആ ജാറിൽ എന്ത് ചെയ്യുക, കടൽ വെള്ളം എടുത്ത് സൂക്ഷിച്ച് നമ്മളുടെ റൂമിൽ 7 ദിവസം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ 7 ദിവസം ഈ കടൽ വെള്ളം ഉണ്ടല്ലോ, ഈ കടൽ വെള്ളം നിങ്ങൾക്ക് 7 ദിവസം നിങ്ങളുടെ റൂമിൽ, ഏതെങ്കിലും റൂമിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വന്ന് ആൾക്കാർ നേരെ ദൃഷ്ടി നോക്കുന്ന ഇടത്തല്ല, ഏതെങ്കിലും ഒരിടത്ത് ഹൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് ഷോക്കേഴ്സ് ആണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് പ്രോപ്പറായിട്ട് വെക്കാവുന്നതാണ്. ഇനി 7 ദിവസം കഴിഞ്ഞ് എഗെയിൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം 7 ദിവസം ആകുമ്പോൾ ആ വാട്ടറിൻ്റെ ആ ഒരു പ്യൂരിഫിക്കേഷൻ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കുറേ നാൾ അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അത് ഇതായിപ്പോവും. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് എഗെയിൻ നിങ്ങൾക്ക് എന്താണത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ റാൻഡം, അതായത് ആ റൂമിൻ്റെ ഒരു സൈഡിൽ ബൗളിലാക്കിയിട്ട് നമുക്കിത് വെക്കാവുന്നതാണ്. സീ സോൾട്ട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമുക്ക് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ നമുക്ക് മാറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ കടൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മണി അലാറമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമ്മുടെ ഫോൺ എടുക്കുക, ഫോണിനകത്തോ അല്ലെങ്കിൽ ക്ലോക്കിനകത്തോ നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നു. അലാറം സെറ്റ് ചെയ്ത് വെച്ച ശേഷം 11, 11, 12, 12 ഇങ്ങനെയുള്ള സമയങ്ങളിൽ, ഇങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലാറം സെറ്റ് ചെയ്ത് വെച്ച ശേഷം ആ അലാറം അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കടബാധ്യത, അപ്പോൾ ആ കടബാധ്യത മാറിയതായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, മണി അലാറം ചലഞ്ച് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് മണി കളർ വിഷ്വലൈസേഷൻ ട്രിക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പച്ച പേനയില്ലേ, അതായത് നമ്മൾ ഗ്രീൻ പെന്ന് വെച്ചിട്ട്, ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് സമൃദ്ധിയുടെ അടയാളമാണ്. ഗ്രീൻ എന്ന് പറയുന്നത് പച്ച, ഹരിതാഭം, ഗ്രീൻ, അപ്പോൾ സമൃദ്ധിയുടെ അടയാളമാണ്. അപ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ഗ്രീൻ പേന വെച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, ആ ആഗ്രഹിക്കുന്ന കാര്യം നല്ല ബോൾഡായിട്ട് നമ്മുടെ പേപ്പറിലേക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ എഴുതി വെക്കുക. ഇതാണ് നമ്മൾ മണി കളർ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ എഴുതിയ ശേഷം നമ്മുടെ മനസ്സിൽ എന്താണ് ഗ്രീൻ പെന്ന് വെച്ച് എഴുതുന്നത് പോലെ കാണുക. അതായത് എന്നിട്ട് ആ പൈസ, ഇപ്പോൾ ആദ്യം 50 രൂപ, പിന്നെ 500 രൂപ, പിന്നെ 5000 രൂപ. അപ്പോൾ ആദ്യം 5, 50, 500, 5000, 50000, ഇതിൽ 5 അവിടെ ഗ്രീൻ പെൻ വെച്ച് ടിക്ക് ചെയ്യുന്നതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഓരോന്നും ടിക്ക് ചെയ്ത് വരുന്നതായി നിങ്ങൾ മൈൻഡിൽ തന്നെ വിഷ്വലൈസ് ചെയ്ത് വെക്കുക. ഇതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് മണി ജാർ ട്രിക്കാണ്. ഈ മണി ജാർ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് മണി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും വീട്ടിലുള്ള കടബാധ്യതകൾ മാറി പോസിറ്റീവ് എനർജി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് മണി ജാർ ട്രിക്ക് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങളൊരു കുഞ്ഞ് ജാർ എടുക്കുക. ആ ജാറിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര രൂപയാണെങ്കിലും ആ രൂപയിൽ നിന്ന് ഒരു കോയിൻ, ഒന്നെങ്കിൽ 10 രൂപ, അല്ലെങ്കിൽ 50 രൂപ, അല്ലെങ്കിൽ 100 രൂപ, ഒന്നെങ്കിൽ 10, 50 അല്ലെങ്കിൽ 100, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് ഓരോ ദിവസം കിട്ടുന്നതിൽ 10 രൂപയാണെങ്കിൽ 10 രൂപ നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ മണി ജാറിലേക്ക് ഇടുക. ഈ മണി ജാറിലേക്ക് ഇടുമ്പോൾ മണി വരുന്നതിനനുസരിച്ച് അവിടെ പോസിറ്റീവ് എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നെഗറ്റീവ് എനർജിയുടെ തോത് അവിടെ കുറയാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലക്ഷ്മി മന്ത്ര എന്ന് പറയുന്ന ഒന്നുണ്ട്. ലക്ഷ്മി മന്ത്ര മണി ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. അപ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മിയെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അതർവൈസ് നിങ്ങൾ ലീവ് ചെയ്യുക. ഓക്കെ, 108 പ്രാവശ്യം ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രമുണ്ട്. വളരെ പവർഫുൾ ആയിട്ടൊരു മഹാലക്ഷ്മി മന്ത്രമാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 108 പ്രാവശ്യം ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് മണി ഫ്ലോ അവിടെ കൂടുന്നതായിട്ട്, ഏതെങ്കിലും രീതിയിലൊക്കെ പണം വരുന്നതായിട്ട്, കൈവഴികളിലൂടെ വരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കൈകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരുന്നതിന് സഹായിക്കും. ഇത് ഒരു സ്പിരിച്വൽ മെത്തേഡാണ്. ഓക്കെ, മഹാലക്ഷ്മി മണി മന്ത്ര എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ബാക്ക് മെത്തേഡിലേക്ക് കടക്കാം. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാലറ്റ് റീസെറ്റ് മെത്തേഡാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ വാലറ്റ് റീസെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കൊണ്ടുപോകുന്ന പേഴ്സ് നമ്മളെപ്പോഴും വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ്, പോസിറ്റിവിറ്റിയുടെ അടിസ്ഥാനമാണ്. വൃത്തിയില്ലാത്തയിടത്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നമ്മളൊരു വീട്ടിൽ പോവുകയാണ്, ആ ഒരു വീട്ടിൽ വൃത്തിയില്ലാത്തൊരു വീടാണെങ്കിൽ നമുക്ക് അവിടുന്ന് വെള്ളം പോലും കുടിക്കാനായിട്ട് തോന്നത്തില്ല. അത് ഉറപ്പാണ്. അവിടെ ഫുള്ളൊരു നെഗറ്റീവായിട്ട് തോന്നും, നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യത്തില്ല. നമ്മളൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു അവിടെ ഫുള്ള് പൊടിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് പിന്നെ ഫുഡ് പോലും കഴിക്കാൻ
അടിക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാലറ്റ് റീസെറ്റ് മെത്തേഡിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാലറ്റ്, നമ്മൾ എപ്പോഴും വാലറ്റിൽ ഇങ്ങനെ വലിച്ചു വാരി അതിനകത്ത് പൈസയൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം മാനിഫെസ്റ്റേഷനോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഹാക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം. എല്ലാ ഹാക്കും കൂടെ ഒരുമിച്ച് ചെയ്യരുത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹാക്ക്. അപ്പോൾ ഇതിൽ പറയുന്നതാണ് നമ്മൾ പേഴ്സിൽ വെച്ചിരിക്കുന്ന ആദ്യം പേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യുക, അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി പേഴ്സ് ഒന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം അതിനകത്ത് ഒരു ഗ്രീൻ ലീഫ്, ഒന്നെങ്കിൽ പച്ചില അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ലീഫ് ഇല്ലേ, ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ നമ്മൾ പട്ടയില എന്നൊക്കെ പറയത്തില്ല, അത് വെക്കാം. ആ പട്ടയില ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ലീഫ് എന്ന് പറയും. ആ ഗ്രീൻ ലീഫ് ഒരു സാധാരണ പച്ചയില ഇല്ലാത്തൊരു സ്ഥലമില്ലല്ലോ, എല്ലായിടത്തും പച്ചയിലകൾ കാണും. അപ്പോൾ ഒരു പച്ചില ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങളുടെ വാലറ്റിൻ്റെ ഏതെങ്കിലും കുറേ ഇത് കാണുമല്ലോ, ഉറകൾ കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതൊന്ന് വെക്കാം. പച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൃദ്ധിയുടെ അടയാളമാണ് പച്ച. നമ്മൾ ഡയറക്റ്റ്ലി യൂണിവേഴ്സിൽ നിന്ന് എടുക്കുന്ന ഒരു ഇല കൂടിയാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആ പേഴ്സിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു വാലറ്റ് നീറ്റായിട്ട് വെക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്ക്ലി ട്വൈസ് ആയിട്ട് നമുക്ക് ഈ ഒരു വാലറ്റ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാതെ തന്നെ വാലറ്റിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കുറേ പൈസകൾ നമുക്കിങ്ങനെ കൈമറിഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് പൈസ വരികയും നമ്മളെ വാലറ്റിൽ ആ ഒരു പൈസയുടെ എണ്ണം സാധാരണയിൽ നിന്ന് കൂടുന്നതായിട്ട് നമുക്ക് എന്തോ സംതിങ് ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവുന്നതായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് വാലറ്റ് റീസെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒന്നാമത്തതാണ് നമ്മുടെ സീ സോൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മണി കളർ വിഷ്വലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മണി ജാർ മെത്തേഡ്. നാലാമത്തത് നമ്മുടെ ലക്ഷ്മി മന്ത്ര മണി മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വാലറ്റ് റീസെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ബേണിംഗ് മെത്തേഡാണ്, പേപ്പർ ബേൺ മെത്തേഡ്. ഈ പേപ്പർ ബേൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ബുക്കിലല്ല പേപ്പറിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ എന്താണോ ആഗ്രഹിച്ചത് ജേണൽ പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ കടമുണ്ട്, ആ ഒരു കടം കഴിഞ്ഞു, ഇനി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് കിട്ടി. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിനൊപ്പം തന്നെ നിങ്ങളിപ്പോൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു എന്ന രീതിയിൽ നിങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻഡിൽ ലൈറ്റിൻ്റെയോ ഒന്നെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് ആ ക്യാൻഡിൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആ ക്യാൻഡിൽ ലൈറ്റിൽ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കത്തിച്ച് കളയാവുന്നത്. അത് ബേൺ ചെയ്ത് നമ്മൾ റൂമിൻ്റെ അകത്തിരുന്നല്ല കത്തിക്കേണ്ടത്, റൂമിന് പുറത്തിരുന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചത് ബേൺ ചെയ്ത് എന്താണ് പുറത്തോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പുകയെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇനി ആഗ്രഹിച്ചിട്ട് അത് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ളൊരു പേപ്പറാണ്. ആ പേപ്പർ കത്തിച്ച് കളയുമ്പോൾ അതിനകത്തു നിന്നുള്ളൊരു എനർജി, ആ എനർജി പുറത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ആ പുറത്തോട്ട് പോകുന്ന എനർജിക്ക് വലിയൊരു രീതിയിൽ ഒരു 80% എബോ തന്നെ ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ തിയറിയിൽ പല കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നടക്കണം എന്ന് വിശ്വാസം, നിങ്ങൾക്കത് നടക്കണം, അല്ലെ ചുമ്മാ രസത്തിന് വേണ്ടിയിട്ട് ആരും ഇത് ചെയ്ത് നോക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുക, പക്ഷെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ കഴിഞ്ഞ ദിവസം ആണെന്ന് തോന്നുന്നു, കുറച്ച് 2-3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു തുടങ്ങി ജസ്റ്റ് ഒന്ന് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ സംതിങ് ഒക്കെ എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എനിക്ക് ഇനി അത് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രശ്നം വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, ഇത് വിശ്വാസം ഉള്ളതാണോ എന്നൊക്കെ ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ എന്തൊക്കെയോ സംതിങ് എനിക്കൊരു പോസിറ്റീവൊക്കെ കിട്ടി കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം, പക്ഷേ പുള്ളിക്കാരി അതിനുശേഷം പിന്നീട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അത്രത്തോളം ഒന്ന് സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നു. അതായത് നമ്മൾ ഒരു ഇടുങ്ങിയ ഒരു ഗുഹയിൽ പോവുകയാണെങ്കിൽ ആദ്യം ഒരു ഗുഹ വലിയ ഓപ്പണിംഗ് ആയിരിക്കും. ആ ഓപ്പണിംഗ് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓടിച്ചെന്ന് കയറും. പക്ഷെ ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും അതിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് പോകുന്ന ഇതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേടിയുള്ളതായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഓരോ സമയം നമ്മൾ അറിയാതെ തന്നെ കുറേ ആൻസൈറ്റി കാര്യങ്ങൾ വരുന്നു, നമ്മൾ അറിയാതെ തന്നെ പേടി വരുന്നു, എനിക്ക് മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ കളിത്തമാശയ്ക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഒരിക്കലും വർക്കാവില്ല. നിങ്ങൾ അറിയാതെ തന്നെ കുറേ നെഗറ്റീവ്സ് നിങ്ങൾ തന്നെ വിളിച്ചു വരുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. സോ അപ്പോൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവരാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ വെച്ച് തന്നെ ലീവ് ചെയ്യാം.
കാരണം നിങ്ങൾക്കത് പറ്റത്തില്ലെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല. ഇനി നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ഈ പറയുന്ന കാര്യങ്ങളിൽ സീ സോൾട്ട് മെത്തേഡ് ആണെങ്കിലും മണി കളർ വിഷ്വലൈസേഷൻ ആണെങ്കിലും മണി ജാർ മെത്തേഡ് ആണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, അഫോർമേഷൻ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് അവിടെ ഓപ്പണിംഗ് ആണ്, കമൻറ്റ് ബോക്സ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. സോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ട്, ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് 21 ഡേയ്സ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഹാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് സീ സോൾട്ട് മെത്തേഡാണ്. രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് മണി കളർ വിഷ്വലൈസേഷൻ മെത്തേഡാണ്. മൂന്നാമത്തത് മണി ജാർ മെത്തേഡാണ്. ആൻഡ് നാലാമതെന്ന് പറയുന്നത് ലക്ഷ്മി മണിമന്ത്ര മെത്തേഡാണ്. അപ്പോൾ ലക്ഷ്മി മണിമന്ത്ര മെത്തേഡ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ 108 ടൈംസ് ആണ് അത് ചൊല്ലേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബേൺ മെത്തേഡാണ്, പേപ്പർ ബേൺ മെത്തേഡാണ്. പിന്നീട് വാലറ്റ് റീസെറ്റ് മെത്തേഡാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലെറ്റ് ഗോ മെത്തേഡും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് കടം വീട്ടാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കടബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആ കടബാധ്യതയൊക്കെ ഒഴിഞ്ഞു പോയി ലൈഫ് കുറച്ചും കൂടെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.